ഹായ് ഫ്രണ്ട്സ്, ഒരു നല്ല വീഡിയോ ആയിട്ട് 2 ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്ക് ഭയങ്കര ചുമയും ശ്വാസം മുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പനിയൊക്കെ വരുന്നതിന്, പനി അങ്ങനെയില്ല, കഫക്കെട്ടും ശ്വാസം മുട്ടുമാണ്, അലർജിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് 2 ദിവസം മുമ്പ് നമ്മുടെ ടൗണിൽ പോയപ്പോൾ കുറച്ച് കൂണ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ കേടായി പോയാലെന്ന് വിചാരിച്ചിട്ട് അമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ഞങ്ങൾക്ക് കൂണ് കറിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചേട്ടയ്ക്കും അതെ, എനിക്കും അതെ, സച്ചൂട്ടിനും അതെ. അപ്പോൾ ലക്ഷ്യം അമ്മച്ചിക്കാണ് ഇപ്പം വീട്ടു ജോലീൻ്റെ ആൾക്കാർ കേട്ടോ. അപ്പോൾ അവർ പണിയൊക്കെ എടുക്കല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കൂണൊന്നും ചെറുതായിട്ട് നന്നായി കൊടുക്കാമെന്ന്. കുറച്ചൊക്കെ പോയി. അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിയത്, ഒരു കൊതിയോടെ വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം പറമ്പിനൊന്നും കിട്ടിയില്ല. ഒരു അടിപൊളി കറിയൊക്കെ വെച്ച് കൂട്ടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് വാങ്ങിക്കൊണ്ട് വന്ന് വൈകുന്നേരം തന്നെ എനിക്കൊരു തുമ്മലും ജലദോഷവും, പിന്നെ പെട്ടെന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയി. അപ്പം അങ്ങനെ അമ്മ ഇവിടെ വറുത്തരച്ച് നമ്മുടെ കൂൺ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പനിയായിട്ട് വായിലത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു, രുചിയൊക്കെ ഇപ്പോഴും സൗണ്ടൊന്നും ശരിയായിട്ടില്ല. അങ്ങനെ ശ്വാസം മുട്ടൊക്കെ ചെറുതായി കുറഞ്ഞു വരുന്നുള്ളൂ. എന്നാലും നമുക്ക് കൊതി ആയതുകൊണ്ട് ഞാനത് നന്നായി കൂട്ടി ചോറ് കഴിച്ചേട്ടോ. പിന്നെ ഇനി ഒരിക്കൽ വാങ്ങാമല്ലേ, അടിപൊളിയായിട്ട്. അപ്പം ഇനി ഞാൻ കൂൺ മസാല കറി, മഷ്റൂം, മറ്റേ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് വെളുത്ത കറി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് ഇടാം കേട്ടോ. അപ്പോൾ ലച്ചുവിന് 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കറികളും തട്ടിക്കൂട്ട് കറികളൊക്കെ ആയിട്ട് ഇന്നും ഇച്ചിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ. കാരണം പുള്ളിക്കാരിക്ക് പനിയില്ലല്ലോ, ഞങ്ങൾക്കല്ലേ പനിയുള്ളൂ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ അവൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് അവൾ ചോറ് വെക്കും, അമ്മച്ചി ഇടയ്ക്ക് വന്ന് കറിയൊക്കെ വെച്ച് തരും. അങ്ങനെയൊക്കെയാണ്. ചേട്ടായിക്കും ഒക്കെ സുഖമില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ചേട്ടായി ഉണക്കമീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയുള്ള വിശേഷം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ.